എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത ഒരു ആപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. പച്ചരി കുതിർത്തരച്ചിട്ടാണ് ആപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കാണിച്ച മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് പച്ചരി എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത്. തോലില്ലാത്ത ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ടത് നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് 5 മുതൽ 6 മണിക്കൂർ വരെ കുതിർക്കാനായി വെക്കുക. 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പച്ചരി നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ അരിയിലെ വെള്ളം ഒന്ന് ഊറ്റി വെക്കുന്നുണ്ട്. വെള്ളം കളയണ്ട. അരയ്ക്കുമ്പോൾ നമ്മൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്കായി ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും 3/4 കപ്പ് ചോറുമാണ് ചേർക്കുന്നത്. ചോറ് സാധാരണ പൊന്നിയരിയുടെ ചോറാണ്. ഇത് ഞാൻ 2 ട്രിപ്പായാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പാണ് ഇത്. അതിൽ അരിയും തേങ്ങയും ചോറും എല്ലാം പകുതിയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്തിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ മിക്സ് ചെയ്യാം നിങ്ങൾക്ക്. അതായത് മാവ് മുകളിലോട്ടാക്കിയിട്ട് ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആപ്പത്തിൽ കുമിളകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതൊന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ്. 6 മുതൽ 7 മണിക്കൂർ വരെയാണ് സാധാരണ പുളിക്കാൻ എടുക്കുന്ന സമയം. പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റിനും ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു ഫെർമെൻറ്റേഷൻ ടൈം വേരി ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 6 മണിക്കൂറിന് ശേഷം എൻ്റെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഞാനത് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആപ്പം ചുട്ടെടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഹീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. കുമിളകൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരടപ്പിട്ട് മൂടിയിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ആപ്പം നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതേപോലെ ആപ്പം ചുട്ടെടുക്കാം. ആപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കല്ല് നല്ല ചൂടായിരിക്കുന്ന സമയത്താണ് മാവ് ഒഴിക്കുന്നതെങ്കിൽ മാവ് കട്ട പിടിച്ചു പോകും. അതേപോലെ ചൂട് കമ്മിയുള്ള സമയത്താണ് ഒഴിക്കുന്നതെങ്കിൽ അതിൽ കുമിളകളൊന്നും വരില്ല. ആപ്പം കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. ആപ്പത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് സൈഡ് ഡിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ അതൊരു മസാല ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉത്തമമായി. ഞാനിവിടെ ആപ്പത്തിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുറുമയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.